അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരലോക നിഷേധികളായ അവിശ്വാസികളെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. അവരെ സംബോധന ചെയ്തുകൊണ്ട് ഇന്ന് പഠിക്കുന്ന 52-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, യൗമ യദ്ഉക്കും, അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസം. അള്ളാഹു നിങ്ങളെ വിളിക്കുന്ന ദിവസം, അള്ളാഹു നിങ്ങളെ മരണശേഷം പുനരുജ്ജീവിപ്പിച്ചിട്ട് അവൻ്റെ അടുക്കൽ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ എന്നാണ് യൗമ യദ്ഉക്കും, അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരലോക നിഷേധികളായ ബഹുദൈവാരാധകരോട് നേരിട്ട് പറയുകയാണ്, അവൻ വിളിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക? ഫതസ്തജീബൂന, അപ്പോൾ നിങ്ങൾ ആ വിളിക്ക് ഉത്തരം നൽകുന്നു. ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട്. അള്ളാഹു അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ സ്തുതി പാടിക്കൊണ്ടാണ് എഴുന്നേറ്റ് വരിക. അപ്പോൾ അവർക്ക് തങ്ങൾ നിഷേധിച്ചിരുന്നതൊക്കെയും യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ബോധ്യപ്പെടും. കാരണം ഈ ലോകത്ത് നിന്ന് കാണാൻ കഴിയാത്ത പരലോകത്തെ അദൃശ്യങ്ങളൊക്കെ അന്ന് ദൃശ്യമായിരിക്കും. എല്ലാം മറനീക്കി പുറത്തു വന്നിരിക്കും. എല്ലാം മറനീക്കി വ്യക്തമായി കാണുന്ന സന്ദർഭമായിരിക്കും അത്. എല്ലാം സത്യമായി ഒരു മറയുമില്ലാതെ അവർ കാണുന്നു. ആ സന്ദർഭത്തിൽ അവരെല്ലാവരും അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഹാജരാവുന്നു. പരലോകത്തെ നിഷേധിക്കുന്ന സത്യനിഷേധികളെ, നിങ്ങൾ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് അവരോട് തന്നെ പറയുകയാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും അള്ളാഹു ഏകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമായിരിക്കും സത്യനിഷേധികളായിരുന്നവരടക്കം എല്ലാവരും അന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാവുക. ഒബിഹംദിഹി എന്ന് പറഞ്ഞതിന് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ എന്നും അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനാൽ എന്നുമാണ് ഉദ്ദേശിക്കുന്നത് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വതളുന്നൂന, ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യും, ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും, എന്ത്? ഇൻ ലബിസ്തും ഇല്ലാ ഖലീല, നിങ്ങൾ കുറച്ചു മാത്രമേ താമസിച്ചിട്ടുള്ളൂ എന്ന്. ഞങ്ങൾ ഭൂമിയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, താമസിച്ചിട്ടുള്ളൂ എന്ന് പരലോകത്ത് ചെല്ലുമ്പോൾ മനുഷ്യർക്ക് തോന്നുന്നു എന്ന് ഖുർആനിൽ വിവിധ സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇവിടെ കുറഞ്ഞ സമയം എന്നത് മരണശേഷം മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെയുള്ള ഘട്ടം ആണ് ഉദ്ദേശിക്കുന്നത് എന്നുമാവാം. പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്നത് പോലെയാണ് അവർക്ക് തോന്നുക എന്ന് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് അവർ എന്താ പറയുക? ഖാലു മം ബഅസന മിൻ മർക്കദിന, ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്നവർ ചോദിക്കും എന്നാണല്ലോ സൂറത്ത് യാസീനിൽ പറയുന്നത്. അപ്പോൾ ദീർഘകാലം മരിച്ചു കിടന്നാലും അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ കുറച്ചു നേരം ഉറങ്ങിയതുപോലെ മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ സത്യവിശ്വാസികളെ ഉപദേശിച്ചുകൊണ്ട് അവർ മാന്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മര്യാദ പാലിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.